എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1936 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മഷൂദ് BHMS DAQ, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ, ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്, കേരള. 30 വർഷത്തിലധികം ചികിത്സാ അനുഭവങ്ങൾ, അൺവീൽഡ് മൈക്രോ സീക്രറ്റ്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ്, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ രചയിതാവ്. കൃഷിയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ റിസർച്ച് ഇഷ്ടകാര്യം. ഷൂസ്ലറുടെ ടിഷ്യൂ ലവണങ്ങളുടെ ചില ശരീരശാസ്ത്ര രാസിക പ്രവർത്തനങ്ങൾ 4ാം ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിന് മഷൂദ് ഡോക്ടറിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനീയരായ IFPHന്റെ എല്ലാ ഭാരവാഹികൾക്കും, എൻ്റെ അധ്യാപകർക്കും, നമ്മുടെ ഗുരുനാഥനും മഹാനുമായ സാമുൽ ഹനിമാനും, അതുപോലെ തന്നെ ഈ ഷൂസ്ലർ എന്ന് പറയുന്ന ഞാൻ ഈ എടുക്കുന്ന ടിഷ്യൂ ലവണങ്ങളുടെ ഉപജ്ഞാതാവായ ശ്രീമാൻ ഷൂസ്ലർ എന്നവരുടെയും പേരിൽ നമസ്കാരം. എൻ്റെ ക്ലാസ് വിനയത്തോടെ ഞാൻ ആരംഭിക്കട്ടെ. ഇത് ഒരുപാട് 4ാമത്തെ ഭാഗമാണ്. ഷൂസ്ലറുടെ ടിഷ്യൂ സാൾട്സ് ഇപ്പോൾ നമുക്ക് 4ാമത്തെ ഭാഗമാണ്. ഞാനിത് 3 ക്ലാസ്സുകളിലും നമ്മുടെ ഏതാണ്ട് ഒരു 9ഓളം സാൾസിനെ കുറിച്ച് ക്ലാസ് കഴിഞ്ഞിരുന്നു. വില്യം ഹെൻറിച്ച് ഷൂസ്ലർ 1821 മുതൽ 1898 വരെ, അതാണ് ലൈഫ് സ്പാൻ. അദ്ദേഹം ജർമ്മനിയിലെ ഓൾഡൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് 1821 ജനനം. മാർച്ച് 30, 1898 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു ഹോമിയോ ഡോക്ടർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഡൈല്യൂട്ടഡ് ഇൻഓർഗാനിക് സാൾട്സ് ഇൻ 1873. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വർക്ക്, ഡൈല്യൂട്ടഡ് ഇൻഓർഗാനിക് സാൾട്സ്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ കാലിഫോസ് ഇത്തരത്തിൽ നമ്മുടെ എല്ലാ സാൾട്സും പറഞ്ഞു. ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എൻ്റെ ക്ലാസ് തന്നെ പല തവണ സൈലീഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൈലീഷ എൻ്റെ പ്രിയപ്പെട്ട ഒരു എലിമെൻ്റ് കൂടിയാണ്. ഞാൻ ഈ ബയോകെമിക്സ് ധാരാളമായിട്ട് ഈ പ്ലാന്റ്സിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൈലീഷയുടെ ഹയർ പൊട്ടൻസിയാണ് എന്നെ കൂടുതലും ഇത്തരത്തിലുള്ള വളരെ കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു എലിമെന്റ്. ഈ സൈലീഷ നമുക്കറിയാം വെറും മണൽ തരിയാണ്, അത് സിലിക്കയാണ്, പ്യുവറായിട്ട് സിലിക്കൺ ഡയോക്സൈഡ്. പക്ഷെ ഈ സിലിക്കയ്ക്ക് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ഇത് ഒരു കെമിക്കൽ റിയാക്ഷൻ ഇല്ലാത്ത വളരെ ഇനേർട്ടായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇനേർട്ട് സബ്സ്റ്റൻസസിനെ ട്രൈച്ചുറേറ്റ് ചെയ്തിട്ട് സക്സസ് ചെയ്തിട്ട് നമ്മുടെ പൊട്ടൻറ്റൈസ് ചെയ്യുമ്പോൾ അവയിലുള്ള വളരെ ട്രമൻഡസ് ആയിട്ടുള്ള പവർ, പ്രത്യേകിച്ച് തെറാപ്യൂട്ടിക് പവർ റിവീൽ ചെയ്ത് വരുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ടുള്ള ഒരു എലമെന്റ് ആണ് സൈലിക്ക. സിലിക്ക ടെറ അല്ലെങ്കിൽ സൈലക്സ് എന്നാണ് വേറൊരു നെയിം. ഇതിനെ ആസിഡം സിലിസിക്കം എന്നും പറയും. ഇത് കാർബണൈസ്ഡ് വൈറ്റ് പെബിൾ ആണ്. ഡീകാർബണൈസ്ഡ് ചെയ്തിരിക്കുന്ന ഒരു വൈറ്റ് പെബിൾ ആണ് ഈ സിലിക്ക. പ്യുവർ ഫ്ലിന്റ് വേറൊരു അവസ്ഥയാണ്. ക്വാർട്സ് മറ്റൊരു രൂപത്തിൽ കാണുന്നതാണ് സിലിക്ക. SiO2 ആണ് ഇതിന്റെ സിലിക്കൺ ഡയോക്സൈഡ് എന്നാണ് ഇതിന്റെ ഫോർമുല. ഇറ്റ് ഈസ് എ വൈറ്റ് പൗഡർ. ഞാൻ ഇതിനെ പൊടിച്ച്, നമുക്ക് ഈ മെഡിസിൻസ് ഒക്കെ വാങ്ങുമ്പോൾ സാധാരണ ഒരു കവറില് ഈ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടൊരു കവറിൽ കുറച്ച് പെബിൾസ് പോലെ വൈറ്റ് ആയിട്ട് കിടക്കുന്നതാണ്. അത് പ്യൂർ സിലിക്കൺ ഡയോക്സൈഡ് ആണ്. സിലിക്കയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ബോട്ടിലിൽ കുറച്ച് സിലിക്ക പൊടി എടുത്തു വെച്ചിട്ട് ഒരു പ്ലാന്റ്സിനെ വിട്ടു, മറ്റൊരു പൊടിയിലെ പ്ലാന്റ്സ് വെറുതെ പറ്റുമെന്ന് വെക്കാം.
ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഈ സിലിക്ക വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് വളരെ നല്ല രീതിയിൽ ഗ്രോത്ത് ഡിഫറൻസും മറ്റു ഡിഫറൻസും ഒക്കെ കാണുമെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ അതിന്റെ വാട്ടർ കണ്ടന്റ് ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കും 3-4 ദിവസം കൊണ്ട്. അത് ഈ ഡീഹൈഡ്രന്റ് എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ ഈ സിലിക്കയുടെ വേറൊരു സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളെല്ലാം ഡീഹൈഡ്രന്റ് വാട്ടറിനെ അബ്സോർബ് ചെയ്ത് എടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആക്കി വെക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒന്നാണ് എന്നാണ് നാം വിചാരിക്കുന്നത്. പക്ഷേ അത് വേറെ ഒരു ലെവലിലാണ് അതിന്റെ പ്രവർത്തനം എന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു എക്സ്പെരിമെന്റ് വഴിയാണ്. അതായത് ഹാഫ് വാട്ടറിനെ തന്നെ ഹാഫാക്കി മാറ്റുന്നു. അപ്പോൾ വാട്ടറിന്റെ എന്തോ ഒരു എക്സ്പെല്ലിംഗ് പവർ. അപ്പോൾ ഈ പ്രവർത്തനം പ്ലാന്റ്സിനായാലും കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ വേറൊരു എന്ന് വെച്ചാൽ ഞാനൊരു വാട്ടറിൽ വെറുതെ ഇത് മാത്രം എടുത്ത് വെച്ച് നോക്കി. അപ്പോഴും ഏതാണ്ട് ഒരു 3/3 അല്ലെ 1/3 എന്ന് പറയുന്നത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോയതായിട്ട് കണ്ടു. വാട്ടർ തന്നെ ഡ്രൈ ആയിട്ട് പോയിട്ട് കണ്ടു. നല്ല പൗഡർ ചെയ്ത് ഈ പൗഡറൈസ് ചെയ്തതിനെ വാട്ടറിലിട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് ഷേക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് വാട്ടർ മോളിക്യൂൾസിനെ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നതിനെ ഡ്രൈ ആക്കുന്നതിനെ സഹായിക്കുന്ന ഒന്നാണ് സിലിക്ക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം സിലിക്കേറ്റ് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഇവിടെ നാട്ടിലെ രാജ്യത്തെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സിലിക്കയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതായത് ഇന്ന് നാം ജീവിക്കുന്നത് സിലിക്കൺ വേൾഡിലാണെന്ന് പറയാം. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ഒരു എലിമെന്റ് ആണ് ഇത് സിലിക്ക. യഥാർത്ഥത്തിൽ മറ്റ് എലിമെന്റ്സിനെ പോലെ തന്നെ വളരെ കൂടുതൽ അബണ്ടന്റ് ആയിട്ട് സിലിക്ക ക്രിസ്റ്റൽ ഉണ്ടെന്ന് മാത്രമല്ല, ഇത് ഇന്ന് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സിലിക്കയുടെ പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ ഈ വളരെ വലിയ കമ്പ്യൂട്ടേഴ്സിനും ചെറിയ ചെറിയ മൈക്രോ എലിമെന്റ് കമ്പ്യൂട്ടേഴ്സിനും മൈക്രോ പാർട്സിനൊക്കെ ഉപയോഗിക്കുന്നത് സിലിക്കയാണ്. സിലിക്കൺ ക്രിസ്റ്റൽസ് ആണ് ഇതിന്റെ ശരിക്കുമുള്ള ഇലക്ട്രോണിക് ലൈറ്റും മറ്റുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ വൈറ്റ് പൗഡർ, നോ സ്മെൽ, നോ ടേസ്റ്റ്, പ്രിപ്പയർഡ് ബൈ പ്യുവർ സിലിക്ക ട്രൈച്ചുറേഷൻ വഴിയാണ് ഇത് നിർമ്മിക്കുന്നത്. സിലിക്കേറ്റ് സോഡ ഈസ് എ ലിക്വിഡ് ഗ്ലാസ്. ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്നത് സിലിക്കേറ്റ് സോഡയാണ്. എന്റെ ഷെയറിംഗ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാറേ. എനിക്ക് ഇതിൽ ഷെയറിംഗ് കാണുന്നില്ല. വൈസ വീണ്ടും വൈസിനെ വിളിക്കുകയാണ്. വൈസ കാണുന്നുണ്ട്. ഷെയറിംഗ് ഒന്ന് കാണാമെന്ന് ഇതിനകത്ത് കാണുന്നില്ല. ഷെയർ സൂമിൽ ഷെയർ ഒന്ന് കാണാം. ഷെയർ ഇവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. വ്യൂ ഒന്ന് മാറ്റിയാൽ നെക്സ്റ്റ് സിലിക്ക എങ്ങനെയാണ് ബാംബു ആൽസോ. ഈ ബാംബു എന്ന് പറയുന്ന ആ ടൈപ്പ് ബാംബു നമ്മുടെ ഈ പുല്ല് വർഗ്ഗങ്ങളിൽ വരുന്ന പ്ലാന്റ്സിനെല്ലാം ധാരാളമായിട്ട് ഈ ബാംബുവിലും ഈ സിലിക്ക ഉണ്ട്. അപ്പോൾ അതിലുള്ള സിലിക്ക മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ഹിസ്റ്ററി ഡോക്ടർ ജെ ഗാർത്ത് വിൽക്കിൻസൺ എന്ന് പറയുന്ന ആ വളരെ ഒരു 10-60-80 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡോക്ടറുടെ കാര്യമാണ് ഈ പറയുന്നത്. അദ്ദേഹം ഇതിന്റെ ഒരു എക്സ്പെരിമെന്റിൽ ആയിട്ട് ഉള്ള ഒരു റെക്കോർഡ്സ് കാണുന്നുണ്ട്. പിന്നെ ഫിസിയോളജിക്കോ കെമിക്കൽ ഡേറ്റയാണ് ഞാൻ ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ സിലിക്ക അല്ലെങ്കിൽ ഈ ഇത്തരത്തിലെ ഷൂസിലറുടെ ലവണങ്ങൾ എന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫിസിയോളജിക്കോ കെമിക്കൽ അല്ലെങ്കിൽ രാസികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശരീരശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ രാസികമായിട്ടുള്ള പ്രവർത്തനം ഈ സാഡ്സ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്. സിലിക്ക പ്രസന്റ് അബണ്ടന്റ്ലി ത്രൂ ഔട്ട് ദി വെജിറ്റബിൾസ്. ഈ വെജിറ്റബിൾ ഗ്രൂപ്പിലും അതായത് പ്ലാന്റ് ശൃംഖലയിലും സിലിക്ക ധാരാളമായിട്ട് ഉണ്ട്. ഗ്രാസസ്, ഗ്രെയിൻ, ദെൻ പാംസ്, ഇതെല്ലാം ധാരാളം. പാം ഈ തെങ്ങ് വർഗ്ഗങ്ങളിലെ അതുപോലെ പാം വലിയ ട്രീസ്, പിന്നെ ഗ്രൈൻസ്, നമ്മുടെ സെറിയൽസ്, ഗ്രെയിൻസ്, ഗോതമ്പ്, മറ്റ് പുല്ലിൽ തന്നെ പോലുള്ള പോലെ ഉണ്ടല്ലോ, അതിനെല്ലാം ഈ സിലിക്ക അതിന്റെ കവറിങ്ങിൽ നല്ല കോട്ടിംഗ് ആയിട്ടിരിക്കുന്ന ശരിക്കും സിലിക്കയാണ്. അനിമൽ കിങ്ഡത്തിൽ ഇത് ധാരാളമായിട്ടുണ്ട്. ബ്ലഡിന്റെ ആഷിൽ നമുക്ക് നമ്മുടെ ബ്ലഡിന്റെ ആഷിലും ബൈലിലും യൂറിനിലും ഇത് ഉണ്ട്. ലാർജർ ക്വാണ്ടിറ്റീസ് ഇൻ വൈറ്റ് ഓഫ് ദ എഗ് ഉണ്ട്. ആഷസ് ഓഫ് ഹെയർ ആൻഡ് നെയിലിലും ഈ സിലിക്ക ഉണ്ട്. അപ്പോൾ മനുഷ്യന്റെ നമ്മുടെ ശരീരത്തിൽ എന്നല്ല ആനിമൽസിന്റെ ശരീരത്തിലും ഇതേപോലെ തന്നെ എഗ്ഗിന്റെ കാര്യത്തിൽ വൈറ്റ് ഓഫ് എഗ്ഗിലുണ്ട്. പിന്നെ ആഷസ് ഓഫ് ഹെയർ ആൻഡ് നെയിലിലുണ്ട് അനിമൽസിലും. ബയലിലും യൂറിനിലും ബ്ലഡിലും ഉണ്ട് ഈ സിലിക്ക. ബ്ലഡ് സെൽസിലാണ് സാധാരണയായിട്ട് കുറച്ചെങ്കിലും കാണുന്നത്. വളരെ പ്രകടമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ ക്ലിനിക്കലി നമുക്ക് തിയററ്റിക്കലി നമുക്ക് ഇതുപോലെ എല്ലാത്തിലും ഉണ്ടെന്ന് പറയുന്നെങ്കിലും ശരിക്കും ബ്ലഡിൽ സെൽസിൽ മാത്രമേ കുറച്ച് സിലിക്ക കാണാൻ കഴിയുള്ളൂ. ഇനി സ്ക്രോഫുലസ് കാച്ചക്ഷിയ, സെപ്റ്റിക് ഇൻഫെക്ഷൻ, സപ്പറേഷൻ ആസ് ലോങ് ആസ് ഇൻഫിൽട്രേഷൻ,
വിച്ച് ക്യാൻ ഓൺലി ഡിസപ്പിയർ ബൈ സപ്പറേഷൻ. ഈ സപ്പറേഷൻ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കേസസ് ഉണ്ടല്ലോ, സപ്പറേഷൻ വന്നാൽ മാത്രമേ അവിടുന്ന് പാർട്ട് അല്ലെങ്കിൽ ആ സാധനം എന്തെങ്കിലും കൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ആ പോർഷനിലുള്ള പസോ നീക്കാൻ അല്ലെങ്കിൽ ഡിസ്ക്രേഷ്യ നീക്കാൻ പറ്റൂ എന്ന അവസ്ഥ വരുമ്പോൾ ശരിക്കും അവിടെ പ്രവർത്തനത്തിന് മണ്ഡലത്തിൽ വരുന്ന സൈലീഷ്യയുടെ പാർട്ടിക്കിൾസ് ആണ്. അത് ഇൻഫിൽട്രേറ്റഡ് ആയിട്ടുള്ള പാർട്ട് ശരിക്കും ഡിസപ്പിയർ ആയി പോകുന്നത് വരെ സെപ്പറേറ്റ് ചെയ്ത് കളയും. അതാണ് ഈ സൈലീഷ്യയുടെ പ്രത്യേകത. എന്നാൽ കൽക്കേറിയ സൾഫ് ഈ സെപ്പറേഷനെ പിറകോട്ട് പിടിച്ചിട്ട് ഹീൽ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് സൈലീഷ്യ എപ്പോഴും കൊടുത്തിട്ട് നമ്മൾ കൽക്കേറിയ സൾഫ് എന്ന് പറയുന്ന, അത് ബയോകെമിക്കിന്റെ രൂപത്തിലായിരുന്നാലും ശരി ഹൈ പൊട്ടൻസിയിലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള 2 റെമഡീസ് ആണ്. ഈ സൈലീഷ്യ സപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതോടൊപ്പം റൈപ്പൻസ് ചെയ്യുന്നു. ആക്സസ് റൈപ്പൻ ചെയ്യാനാണ്. സാധാരണ ഹൈ പൊട്ടൻസി കൊടുത്താൽ റൈപ്പൻ ചെയ്യും. ലോ പൊട്ടൻസി കൊടുത്താൽ ചെറിയ ചെറിയ പസ്റ്റുൽസും ചെറിയ വ്രണങ്ങളും ഒരു ചിരങ്ങ് പോലുള്ള അതിനൊക്കെ. എനിക്കൊരു കേസ് വളരെ ടിപ്പിക്കലായിട്ട് എനിക്ക് കിട്ടുന്നത്, ദേഹം മൊത്തം ചിരങ്ങായിട്ട് വന്ന കുട്ടി, എങ്ങനെയാണെന്ന് അറിയില്ല. ശരിക്കും എനിക്ക് തോന്നി ചാര് അല്ലെങ്കിൽ റെസ്റ്റോക്സിന്റെ ഒരു പോയിസണിങ് ആയിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെ ഒരിക്കലും അല്ല. അതിന് കുറച്ചുകൂടെയൊക്കെ ഷേപ്പില്ലാത്ത ഒരു ഇറപ്ഷൻ ആയിരുന്നു. അതിന്റെ സ്കിൻ ബ്ലീഷൻ എന്ന് പറയുന്നത് റെസ്റ്റോക്സിന്റെ. അതുപോലെ വളരെ നീരുമൊക്കെ ഒലിച്ച് ഷേപ്പില്ലാതെ കിടക്കുന്നതായിരിക്കും. അന്നേരം നമ്മൾ ബ്ലീഡിംഗ് ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിലോട്ടൊന്നും പോകില്ല. അപ്പൊ അതും അല്ല. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഈ കേസ് ഒരു ഇതല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്നിട്ട് അയാൾക്ക് സൈലീഷ്യ 6X കൊടുത്തു. സൈലീഷ്യ 6X കൊടുത്തപ്പോൾ വളരെ വേഗം തന്നെ ആ പോർഷൻ ശരിക്കും ക്ലിയർ ആയിപ്പോയി. അത് ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. വീണ്ടും എൻ്റെ ഷെയറിങ് മാറിപ്പോയി. ഹലോ, ഷെയറിങ് മാറിയിട്ടില്ല, നമുക്ക് കാണാം. സാർ മ്യൂട്ട് ആയിപ്പോയി, അൺമ്യൂട്ട് ചെയ്യണേ. അടുത്തത് ഈ പിന്നീട് അടുത്തത് പറയുന്നത് ഡീപ് സീറ്റഡ് സ്ക്രോഫുലസ് കാച്ചക്ഷിയ ആൻഡ് സെപ്റ്റിക് ഇൻഫെക്ഷൻ. ഈ സ്ക്രോഫുലസ് കണ്ടീഷൻസിനെ കുറിച്ച് ആ സ്ലൈഡ് തന്നെയല്ലേ? സ്ലൈഡ് മാറിയില്ല. അത് സ്ലൈഡ് മാറിയില്ല. അതുപോലെ തന്നെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള എക്സാഷൻ, പാരാലിസിസ്, റെക്ടൽ ഡിസ്റ്റൻഷൻ, ഇതെല്ലാം ഈ സൈലീഷ്യയുടെ വളരെ നല്ലൊരു സീറ്റ് ഓഫ് ആക്ഷനാണ് സിലിക്ക. അതുപോലെ സിംറ്റംസ്, ഈ പാരാലിസിസും ഹൈപ്പർ ആസ്തീഷ്യ, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും വേർഷൻസ് നമ്മളൊന്ന് തുടരേണ്ട താമസം പെട്ടെന്ന് ഇങ്ങനെ ജർക്ക് ചെയ്യും. ആ പേഷ്യന്റ് വളരെ റെസ്പോൺസ് ആണ്. കൈ വിയർക്കുന്ന ഒരു പ്രധാനപ്പെട്ട റെമഡി നമുക്ക് ക്ഷേക്കാൽ പോലും കൊടുക്കാൻ പറ്റില്ല. പരീക്ഷ എഴുതാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് ഓഫ് ദ ഹാൻഡ്സ് ഉള്ള ഒരു റെമഡിയാണ് സിലിക്ക. ഇതിന്റെ ഹയർ ആയിട്ടുള്ള പ്രൊവിൻസിലും ലോവർ പ്രൊവിൻസിലും ഒരുപോലെയാണ്. ഈ പ്ലാന്റ്സിലും ഞാൻ ഈ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ലോവർ പൊട്ടൻസീസ് ഗ്രിഡും അതിന്റെ ആ ഗ്രോത്തും 2-3 തവണ ആവർത്തിച്ച് ചെയ്തപ്പോഴും ഹൈറ്റിലും അതിന്റെ ലീഫിന്റെ ചേഞ്ചസും ഒരേപോലെ കാണിച്ചു എന്നുള്ളതാണ്. 3 സീസൺ മഴ ഉണ്ടായിരുന്നപ്പോൾ പോലും 3 സീസൺ, അതായത് മഴക്കാലം വരുന്നത് വരെയുള്ള 3 സീസണിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴും ഹൈറ്റിന് ഒരേപോലെ ഹൈറ്റ് കാണിച്ച ഒരു എലിമെന്റ് ആണ് സിലിക്ക. 6X ഇത്രയും ഹൈറ്റ് കാണിക്കുമെന്ന് പറഞ്ഞാൽ ആ 6X അത്രയും ഹൈറ്റ് തന്നെ കാണിക്കും. കാണിക്കുന്ന ഒരു സിംറ്റംസ് വേറെ. ഇതിലേക്കൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഗ്രോത്തിനെ വളരെ റെസ്ട്രിക്ട് ചെയ്യുന്ന, നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു എലിമെന്റ് ആണ് ഈ സിലിക്ക. ഇനി ബ്ലഡി ഓർ സീറോ ആൽബുമിനസ് എക്സ്യുഡേറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ബൈ ലിംഫാറ്റിക്സ്. സീറോ ആൽബുമിനസ് എന്ന് പറയുന്ന ഇപ്പം ഹിയർ കൽക്കേറിയ ഫോസ്, ഈ കാര്യത്തില് കൽക്കേറിയ ഫോസ് ആണ് ഇതിനുമായിട്ട് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അതായത് സീറോ ആൽബുമിനസ് എക്സ്യുഡേറ്റ് റീഅബ്സോർബ്ഡ് ബൈ ലിംഫാറ്റിക്സ്. നെക്സ്റ്റ്, കണക്റ്റീവ് ടിഷ്യൂവില് സൈലീഷ്യയുടെ ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഈ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന യൂറേറ്റ്സ് ഈ ലിംഫാറ്റിക്സ് വഴി ത്രൂ ചെയ്യുന്നതിന് ഈ സിലിക്ക വളരെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഗൗട്ടി റൊമാറ്റിക് അഫക്ഷൻസിൽ സിലിക്ക വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ജോയിൻസിൽ സിലിക്ക വളരെ കൂടുതലായിട്ട്
ഡെപ്പോസിറ്റ് ആകുമ്പോഴാണ് പെയിൻ വളരെ കൂടുതലായിട്ട് വരികയും നീര് കൂടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ ലാർജ് വിക്റ്റോ അത് പിന്നെ ടോയ്സ് ഇത് ഫിംഗർ ജോയിൻസ് ഇതിലൊക്കെ ഗൗട്ടിൻ്റെ ഇത് ഉണ്ടാകുമ്പോൾ ഈ സൈലീഷ്യയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. സപ്രസ്ഡ് ഫുഡ് സെറ്റ് സൈലീഷ്യയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ആണെന്ന് നമുക്കറിയാം. പിന്നെ ഈ മിൽക്ക് ഇത് ഈ പാല് ഈ ഹാൻഡ്സ് തണുത്ത വെള്ളത്തിൽ മുക്കുമ്പോൾ ഉണ്ടാകുന്ന അഫക്ഷൻസ്. അംബ്ലിയോപ്പിയ എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് കണ്ണും വരുന്ന പ്രശ്നമാണ് അംബ്ലിയോപ്പിയ. അതിന് കാറ്ററാക്ട് ആൻഡ് പാരാലിസിസ് ഇതിനൊക്കെ സൈലീഷ്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോണിക് റെമഡിയാണ്. ഇത് സൈലീഷ്യയുടെ ഈ ഷൂസ്റ്റർ പറയുന്ന പോലെ തന്നെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ മോളിക്കുലർ ഓറിയന്റേഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ എലിമെന്റ്സ് ആണ് ഈ ഡിസീസസിനൊക്കെ കാരണമെന്നും അതിൻ്റെ റീ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചതിനെ സപ്ലൈ ചെയ്യാൻ മൈന്യൂട്ട് എമൗണ്ട് ആയിട്ട് സപ്ലൈ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഈ അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ നിന്ന് വിടുതൽ കിട്ടും എന്നുമാണ് ഷൂസ്ലറുടെ തിയറി. അപ്പൊ അതുകൊണ്ട് ഈ ലാക്ക് ഓഫ് സൈലീഷ്യ മോളിക്യൂൾ കണക്റ്റീവ് ടിഷ്യൂവിലും ഉണ്ടാകുന്നുണ്ട്. ഇതിന് ക്രോണിക് ആയിട്ടുള്ള കേസിലെ അട്രോഫി തന്നെ ഉണ്ടാകുന്നുണ്ട്, കണക്റ്റീവ് ടിഷ്യൂവിന്റെ അട്രോഫി. അപ്പൊ അതുകൊണ്ടാണ് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ ഇതിന്റെ വളരെ സാധ്യത ഉണ്ട്. അതായത് ഷേപ്പ് തന്നെ മാറിപ്പോകുന്നു. ബോൺസിന്റെ ജോയിൻസിന്റെ ഒക്കെ ഷേപ്പ് മാറുന്നത് ഈ കണക്റ്റീവ് ടിഷ്യൂസിൽ വളരുന്ന അട്രോഫി. ഇനി അതുപോലെ തന്നെ സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം സൈലീഷ്യ ആക്ഷൻ ഉണ്ട്. ലാംഗ്വർ, അതായത് സ്ലീപ്ലെസ്, ആങ്ഷ്യസ് ഡ്രീംസ്, നെർവസ് ഇറിറ്റബിലിറ്റി, ഡിപ്രഷൻ, ഹെഡേക്ക്, ട്രംബ്ലിംഗ് ആൻഡ് പാരൈറ്റിക് സിംറ്റംസ്, ഇതെല്ലാം സൈലീഷ്യയുടെ ആവശ്യം. പ്രൂവ്ഡ് ഈ സൈലീഷ്യ ശരിക്കും പ്രൂവ് ചെയ്തത് ഡോക്ടർ ഹാനിമാനാണ്. റെക്കോർഡഡ് ഇൻ അപ്പിയേഴ്സ് ക്രോണിക് ഡിസീസസ് വോളിയം 3 1828 തന്നെ ഇത് റെക്കോർഡ് ആക്കിയിട്ടുണ്ട്. വോളിയം 3 ഇത് കാണുന്ന ക്രോണിക് ഡിസീസസ്. അതുപോലെ തന്നെ ക്രോണിക് ഡിസീസസ് വോളിയം പിന്നെ നമ്മുടെ ഈ ഹെയറിംഗ് സ്പ്രേഡിംഗ് അതുപോലും അതിലും ഇതിലെ റെക്കോർഡ്സ് വരാറുണ്ട്. ഇവിടെ ഞാനത് എഴുതിയിട്ടില്ല. ടിഷ്യൂസ് എന്ന് പറയുന്നത് ഫഞ്ചൈ. ഈ ഫഞ്ചയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് സിലിക്ക അല്ലെങ്കിൽ സൈലീഷ്യ ഒരു പ്രത്യേക തരം ഫഞ്ചയെ തന്നെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് ഈ മറ്റു സയന്റിസ്റ്റ്, അതായത് ഈ ഉറൈസ കൃഷിക്കാര്, നെല്ല് കൃഷിക്കാര് കണ്ടിട്ടുണ്ട് ഉള്ളതായിട്ട് ഒരു പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് അതുപോലെ തന്നെ മറ്റെല്ലാ പ്ലാന്റ്സിനും അതിന് വെളുത്ത പൂപ്പല് നമ്മുടെ ചെടിയുടെ മൂട്ടിൽ വന്ന് അഴുകി പോകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ 30 to 200 അപ്ലൈ ചെയ്ത് നോക്ക്, അത് ഡെഫിനറ്റ്ലി മാർക്കും. അപ്പോഴാണ് അതിന്റെ പൊട്ടൻഷ്യൽ തന്നെ ഇതിന് ആക്ഷൻ ഉണ്ടെന്ന് നമുക്ക് നല്ല മനസ്സിലാകും. പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ അപ്ലൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ ഫഞ്ചയിൽ നല്ല ആക്ഷൻ ഉള്ള ഒരു മെഡിസിനാണ്. സ്പെഷ്യലി ഇതിന്റെ ഒരു പേര് പ്രത്യേകം എനിക്ക് ഇന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടി, ഞാൻ മറന്നുപോയി. അത് ഞാൻ നേരത്തെ വെച്ചിരുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിലങ്ങോട്ട് ഞാൻ പറഞ്ഞു തോന്നുന്നു. സിലിക്ക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫഞ്ചയെ തന്നെ അത് ആക്ട് ചെയ്യുന്നുണ്ട്. അതാൽ ഹൈപ്പോട്ടൻസി ഒരുപാട് അനേകതരം ഫഞ്ചൈ കുമിളിലെല്ലാം ഇത് ആക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈസിലി ബ്ലീഡിങ് ആക്സസ് ആണ്. വിത്ത് ഫിസ്റ്റുലസ് ഓപ്പണിംഗ്, ഇൻഫ്ലമേറ്ററി സ്വെല്ലിങ്സ്, ഇതെല്ലാം അൾസറേഷൻ, നെക്രോസിസ് ഓഫ് ബോൺ, റാക്കിറ്റിസ്, സെല്ലുലാർ സെപ്പറേഷൻ, സ്ലോ കോഴ്സ് ആൻഡ് സബ്സിക്വന്റ് ഇൻഡ്യൂറേഷൻ, മാലിഗ്നന്റ് ആൻഡ് ജനറസ് ഇൻഫ്ലമേഷൻസ്, enlarged separating glands, cervical neglected case of injury where separation threatens. ഇതെല്ലാം ഇതിൽ വരുന്ന സൈലീഷ്യയുടെ വരുന്ന കേസസ് ആണ്. ഇനി സെക്രീഷൻസിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒഫൻസീവ്നെസ് ഉണ്ട്. ഡിസ്ചാർജസും, എഡീമ, ഡ്രോപ്സി, സെപ്പറേഷൻസ് ഓഫ് സെബേഷ്യസ് ഗ്ലാൻസ്, സ്ക്രോഫുലസ് ഡയറ്റീസിസ്, എൻകോൺട്രോമ, ട്യൂമർ. ഈ കോൺട്രോമ നമുക്ക് ഈ കാർട്ടിലേജസ് ടിഷ്യൂസിൽ വരുന്ന ട്യൂമേഴ്സ്, അതിനെ ട്യൂമർ ആൽബസ് എന്നും പറയുന്നുണ്ട്. വൈറ്റ് സെല്ലിംഗ്, ക്രോണിക് TB ഓഫ് ദ നീ ജോയിന്റ്. ഇത് നേരത്തെ തന്നെ ക്യൂറബിൾ ആയിട്ടുള്ള ചില കേസസിനോട് എടുത്തെഴുതിയിരിക്കുന്നതാണ്. നീ ജോയിന്റ് അഗ്രവേഷനും അനറേഷനും പറയുകയാണെങ്കിൽ നൈറ്റും ഫുൾ മൂണും അഗ്രവേഷൻ ഉണ്ട്. വേഴ്സ് ബൈ കോൾഡ് മോർണിംഗ്, അമിനറേഷൻ ബൈ ഹീറ്റ് ആൻഡ് വാം റൂം. ഇൻ ദ സമ്മർ വാം റൂം. ദെൻ റാപ്പിംഗ് ഹെഡ് അമിനറേഷൻ ആണ്. ഹെഡേക്ക് ബൈ വാംത് അമിനറേഷൻ ആണ്. അബ്ഡോമൻ ഹെഡേക്കിന്റെ അത് റാപ്പിംഗ് ഹെഡാണ് ഹെഡേക്കിന്. എന്നാൽ നമുക്കറിയാം ഇങ്ങനെ എപ്പോഴും ഇറുക്കി കെട്ടിവെക്കുന്ന ഹെഡേക്ക് കുറയുന്നതിന് വേണ്ടി തന്നെ ഉറുക്കി കെട്ടിവെക്കുന്നത് കൊണ്ട് പറയുന്നു. അബ്ഡോമിൻ കംപ്ലൈൻസിൽ വാംത് ആപ്ലിക്കേഷനാണ് റിലീഫ് കിട്ടുന്നത്. ഇനി
സൈലിസയുടെ മറ്റൊരു പ്രത്യേകത ഓവർ സെൻസിറ്റീവ്നെസ്, ഞാൻ പറഞ്ഞു, ഹൈപ്പർസ്പീഷ്യ, ഗ്രേറ്റ് ഇറിറ്റബിലിറ്റി, ത്രൂ ഔട്ട് തോട്ട് ഡിഫിക്കൽട്ട്. ഈ സൈലിഷ ഒരു കണക്കിന് ഒരു മെന്റലി വളരെ ഫിസിക്കലി വളരെ ഡള്ളും മെന്റലി നല്ല ആക്റ്റീവ് ആണെന്നാണ്. എന്നാൽ നമുക്കൊരു കാര്യം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്നത് വരെ വളരെ ലാഗിങ് ആയിട്ട് ഇങ്ങനെ മടിച്ചിരിക്കും. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട്, അതാണ് മെന്റൽ ഒരു ക്യാരക്ടർ. ബ്രെയിൻ ഫാഗ് ഉണ്ട്, എന്നാൽ സ്ട്രോങ്ങർ മെന്റലി ദാൻ ഫിസിക്കലി. പിന്നെ ഒരു ഗ്രിറ്റ് ഉണ്ടെന്നാണ്. സൈലീഷയ്ക്ക് എപ്പോഴും നല്ല ഒരു ഗ്രിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എ പെക്യൂലിയർ മെന്റൽ അബ്സ്ട്രാക്ഷൻ മാർക്ഡ് ബൈ എ പ്രോപ്പൻസിറ്റി ടു ടോയ് ബൈ ദ അവർ വിത്ത് പിൻസ് ആൻഡ് നീഡിൽസ്. ഇത് ഈ സെന്റൻസ് പ്രത്യേകം ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇത് പെർപ്പൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ടെൻഡൻസി, അതായത് ഈ പിൻസ് ആൻഡ് നീഡിൽസ് ഫിയർ അല്ല. മറ്റൊരു ക്ലാസ്സിൽ ഞാൻ ഫിയർ എന്ന് കേട്ടു, പക്ഷെ ഫിയർ അല്ല, മറിച്ച് എപ്പോഴും ഈ പിന്നും നീഡിലും എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന, അനേകം പിന്നുകൾ നീഡിൽസ് വാരി ഇങ്ങനെ കളിക്കുന്ന ടോയ്സ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെന്റാലിറ്റി ഈ സൈലീഷയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഡെസ്പോണ്ടിങ്, പീവിഷ്, ഡിസ്കസ്റ്റ് ഓഫ് ലൈഫ്, ഇതൊക്കെ മെന്റൽ സിംറ്റംസ് ആയിട്ട് വരുന്നുണ്ട്. ഹെഡേക്ക് പറയുകയാണെങ്കിൽ നേപ്പ് ഓഫ് നെക്ക് ടു വെർട്ടെക്സ്, തലവേദന ഈ നേപ്പ് ഓഫ് നെക്കിൽ നിന്ന് വെർട്ടെക്സിലേക്ക് വരികയും രാത്രിയിൽ റൈറ്റ് സൈഡിൽ മോർ റൈറ്റ് സൈഡ്, നോട്ട് വലത് സൈഡിലാണ് കൂടുതലും, ഒരു അഗ്രവേറ്റഡ് ബൈ നോയിസ്, എക്സേർഷൻ, ലൈറ്റ്, സ്റ്റഡി ആൻഡ് റിലീവ്ഡ് ബൈ വാംത്ത്. ഈ സ്റ്റൂൾസ് ഈ ഷുസറുടെ ഇതിലും നമ്മൾ ലോ പൊട്ടൻസിയിലും ഹൈ പൊട്ടൻസിയിലും സാൾട്ടിന്റെ ലെവലിലും ഈ സിംറ്റംസ് ഉണ്ട്. അതായത് റിസീഡ് ആഫ്റ്റർ ഹാവിംഗ് ബീൻ പാർട്ട്ലി എക്സ്പെൽഡ്, അതിന് ഷൈ സ്റ്റൂൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. റിസീഡിങ് ആഫ്റ്റർ ഹാവിംഗ് പാർട്ട്ലി എക്സ്പെൽഡ്. മെൻസസിനെ അതുപോലെ അസോസിയേറ്റഡ് വിത്ത് ഐസി കോൾഡ്നെസ് ഓവർ ഓൾ ബോഡി ആൻഡ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഫെറ്റിഡ് ഫുഡ് സെറ്റ്. ഫെറ്റിഡ് ഫുഡ് സെറ്റ് സൈലീഷയുടെ മാത്രം ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സ്മെല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലായിട്ട് വേർക്കുന്ന പാം ആൻഡ് ഫീറ്റ്. അതുകൊണ്ട് എപ്പോഴും ഈ ഫീറ്റ് ഒരു വെറ്റഡ് ആയിട്ടുള്ള സെറ്റ് കവർ ചെയ്തിരിക്കും. അതുപോലെ പെർസ്പിറേഷൻ ഓഫ് ദ ഫീറ്റ് അത് ഞാൻ പറഞ്ഞു. നെയിൽസ് ക്രിപ്പിൾഡ് ആൻഡ് ബ്രിട്ടിൽ, നെയിൽസിൽ ധാരാളമായിട്ട് ഇതിന് ആക്ഷൻ ഉണ്ട് ഈ സൈലീഷ, അതുകൊണ്ട് ക്രിപ്പിൾഡ് ആൻഡ് ബ്രിട്ടിൽ ആയി പോകും. പിന്നെ വൈൽ റൈറ്റിംഗ് ഒരു ടോണിക് സ്പാസം കാരണം എന്ത് വരുന്നു, ഹാൻഡ് അനേബിൾ ആയി പോകുന്നു, എഴുതാൻ തന്നെ പ്രയാസമാകുന്നു. അതുപോലെ തന്നെ സെറ്റ് വഴിയും എഴുതുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ടോണിക് സ്പാസം ഓഫ് ദ ഫീറ്റ് ആൻഡ് ടോസ് ഡ്യൂറിങ് എ ലോങ് വാക്ക്, കൂടുതൽ നേരം നടന്നിട്ട് കാലിന് വേദന എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി എക്സേഷൻ വിത്ത് എരിത്തിസം. എരിത്തിസം ഈ ഇത് തന്നെയാണ്, ബേണിംഗ് തന്നെയാണ്. ബേണിംഗ് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റഡ് ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ബേണിംഗ് സെൻസേഷൻ, അതായത് പുകച്ചിൽ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. നമ്മളെ മാത്രമാണ് ഈ പുകച്ചിൽ എടുത്തതെന്ന് ഡോക്ടറെ ആദ്യമേ ചോദിക്കും. ഹോമിയോ ഡോക്ടർ നല്ല ആയിട്ടുള്ള ഹോമിയോ ഡോക്ടർ ജെ സാറൊക്കെ ഞങ്ങളെ ക്ലാസ്സിൽ ആദ്യം വരുമ്പോൾ തന്നെ തോന്നും വേദന എന്ന് പറയുമ്പോൾ പുകച്ചിലുണ്ടോ, എരിച്ചിലുണ്ടോ, കോൾഡ് വാട്ടറിൽ എങ്ങനെ ആപ്ലിക്കേഷനും വാന്താണോ. സൈലീഷ്യ എരിത്തിസത്തിന് നല്ല ഒരു മരുന്നാണ്. Set at night and offensive set of feet, skin heals with difficulty and separates easily. Silesia is a consonant of equisitum. Equisitum എന്ന് പറയുന്ന മരുന്നിലും സിനിസിഫ്യൂഗ, ചെലിഡോണിയം, ഗ്രാഫൈറ്റിസ്, സെക്കലി കോറ, ലൈക്കോപോഡിയം, ഇതിലെല്ലാം നല്ല കണക്കിന് സൈലീഷ്യ അടങ്ങിയിട്ടുണ്ട്. എക്വിസിറ്റത്തിൽ ആണ് ഏറ്റവും കൂടുതലുള്ളത്, അതായത് 18.2% എക്വിസിറ്റത്തിൽ കാണുന്നതാണ്. ശരാശരി ആവറേജ് ആണ്. എക്വിസിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 18.2% തീർച്ചയായിട്ടും ഈ സിലിക്ക ഉണ്ടായിരിക്കും. സിനിസിഫ്യൂഗ 4% ഉണ്ടായിരിക്കും. ചിലഡോണിയത്തിലുണ്ട്, ഗ്രാഫൈറ്റിസിൽ പോലും ഉണ്ട്. ഗ്രാഫൈറ്റിസ് ഒരു മിക്സ്ഡ് നല്ല പ്യൂറായിട്ടുള്ള ഒരു എലമെന്റ് അല്ല, നമുക്കറിയാം. ഒരു ഈ മറ്റേ ഈ കാർബണിന്റെ ഒരു വിഭാന്തര വിഭാഗമാണ്. അപ്പൊ അതിൽ 13% സിലിക്ക ഉണ്ട്. സെക്കേലി കോറിൽ 15% ഉണ്ട്. ലൈക്കോപോഡിയത്തിലും അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം സൈലീഷ്യ അടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഫെറംഫോസ് ആണ്. ഫെറോഫെറിക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫെറിഫോസ്ഫേറ്റ്, ദെൻ ഫോസ്ഫേറ്റ് ഓഫ് അയൺ എന്നൊക്കെ ഇതിന് പേരുണ്ട്. കെമിക്കൽ ഫോർമുല Fe3PO4 ആണ്. 3 അയൺ ആറ്റംസ്, ഒരു ഫോസ്ഫർ, PO4 ഫോസ്ഫേറ്റിന്റെ 2 റാഡിക്കൽസ്. ഓക്സിജൻ 4, ഒരു ഫോസ്ഫറസ് ആണ്, ഒരു റാഡിക്കൽ, ഒരു PO4 മോളിക്യൂൾ, അങ്ങനെയുള്ള 2. അപ്പൊ ഇതിനകത്ത് തന്നെ 8 ഓക്സിജൻ ആണ് വരുന്നത്. ഒരു
വെറംബോസിന്. അതുകൊണ്ടാണ് ഈ ഓക്സിജൻ ധാരാളമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ഫീവറിന്, പെയിനിന് അക്യൂട്ടായിട്ട് ഫസ്റ്റ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉള്ള റെമഡി ഇങ്ങനെയൊക്കെ പറയുന്നത്. വെറംബോസ് ആണ് നമ്മുടെ ഫസ്റ്റ് റെമഡി. നമ്മൾ ഞാനിതിൽ രണ്ടാമത് ഈ ലാസ്റ്റാണ് വെച്ചിരിക്കുന്നത്. അതിന് ഈ ഓർഡർ വേറൊരു ഓർഡറാണ്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ കെമിക്കൽ ഫോർമുല Fe3PO4 ആണ്. നല്ല ഒരു എലിമെന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ കാരണം Fe3 ആണ്. Fe3+ ആണ്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസ് ആണ്. അത് 3 മോളിക്യൂൾസ് ഉണ്ട്, 3 ആറ്റംസ് ഉണ്ട്, അതായത് 3 3 6 ഉണ്ട് ഒരു ഇതിനകത്ത് വരുമ്പോൾ. Fe3PO4 ട്വൈസ് ഇങ്ങനെ 2 ഇതായിട്ടാണ് നിൽക്കുന്നത്, ഡ്യുവൽ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 6 പോസിറ്റീവ് അയോൺസ്, നല്ല സ്ട്രോങ് അയോൺസ് ആണ്. മാത്രമല്ല ഈ ഫെറം അല്ലെങ്കിൽ അയണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അയൺ ശരീരത്തിലെ മസിൽസിനെ റിലാക്സ് ചെയ്യുന്നു, മെഗ്നീഷ്യം കൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ കൗണ്ടർ ആക്ഷൻ ആയിട്ട് മെഗ്നീഷ്യത്തിന് കൊടുക്കുമ്പോൾ റിലാക്സ് കിട്ടി, പെയിൻ കുറയുന്നു. ഫെറം കൗണ്ടർ ആക്ഷൻ ആയിട്ട് Fe3 അല്ലെങ്കിൽ അയൺ കൊടുക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് അത് കുറച്ച് മുറുക്കം കിട്ടുന്നു, അല്ലെങ്കിൽ ഇറുക്കം കിട്ടുന്നു. അതുകൊണ്ട് പല പേശികളിൽ വരുന്ന സങ്കോച വികാസങ്ങളിൽ വരുന്ന ഡിഫക്റ്റിനെ ഇത് രണ്ടും ഈ ആന്റഗോണിസ്റ്റിക് ആയിട്ട് നല്ല മെഡിസിൻസ് ആയിട്ട് വർത്തിക്കുന്നു. അതായത് മെഗ്നീഷ്യവും ഫോസ്ഫറസും. ഇവിടെ റിലീസാവുന്നത് Fe3 തന്നെയാണ്. PO4ന്റെ ആക്ഷൻ അല്ല പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ സൾഫേറ്റ് അയണും സോഡിയം ഫോസ്ഫേറ്റ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് സോഡിയം ഫോസ്ഫേറ്റ് വിത്ത് സൾഫേറ്റ് അയോൺ. ദ റിസൾട്ടിംഗ് പ്രോഡക്റ്റ് വെൻ ഡ്രൈഡ് ഈസ് ബ്രൗയിഷ് ഗ്രേ, നോ ടേസ്റ്റ്. ടേസ്റ്റ് ഇല്ല, ഓർഡർ ഇല്ല, ആസിഡ്സിൽ സൊല്യൂബിൾ ആണ്. ആൽക്കഹോളിലും വാട്ടറിലും മറ്റ് സാൾസിനെ പോലെ തന്നെ വളരെ ഇൻസൊല്യൂബിൾ ആണ്. സ്പാറ്റിംഗ്ലി എന്ന് പറയാൻ കഴിയില്ല. സ്പാറ്റിംഗ്ലി അല്ലെങ്കിൽ കുറച്ച് മാത്രം അങ്ങനെയല്ല, സൊല്യൂബിളേ അല്ല. ഇനി ബ്ലൂ പസ് ഉണ്ടാകുന്ന ഒരു റെമഡി വേറെ ഒന്നും തന്നെ ഇല്ലെന്നാണ് പറയാം. ഗ്രീൻ പസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ സ്റ്റാൻ മറ്റൊക്കെ എടുത്താൽ എല്ലാ കളർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കളറുമായിട്ട് വിഷൻസ് പറയാം, പസ്, സ്പ്യൂട്ടം ഒക്കെ. പക്ഷെ ഗ്രീൻ പസ്, ഇപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരാൾ ഗ്രീൻ പസ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ എന്തായിരുന്നാലും ആ വാക്ക് പറയുന്നത്, ഞാനൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ അത് രാഷ്ട്രീയമായി പോകുന്നുണ്ട് പറയുന്നില്ല. എന്തായാലും ട്യൂബർകുലോസിസ് ഉള്ള ഒരു പേഷ്യന്റ് നീല രക്തം തുപ്പുക എന്ന് പറഞ്ഞാൽ, അതായത് പ്രത്യേകിച്ച് ഈ ജയിലിലും ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടും കൂടെ ആണെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ നീല അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റം, ഒരു കളറാണല്ലോ നമുക്ക്. ഈ ഓർഗാനിക് ബേസിസ് എവറി സെൽ ഈസ് ആൽബുമിൻ. എല്ലാ ആൽബുമിൻ മോളിക്യൂൾസിലും അയൺ വളരെ കറക്റ്റായിട്ട് ഉണ്ട്. അതുകൊണ്ട് ബോഡിയിലെ എല്ലാ ഭാഗത്തും അയൺ ഉണ്ടായിരിക്കും. ഹീമോഗ്ലോബിൻ നമുക്കറിയാമല്ലോ, അതുപോലെ തന്നെ ആൽബുമിൻ്റെയും ഒരു പാർട്ടാണ്. ഇനി അയണ് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ ഈ PO4 6 ഓക്സിജൻ ഉണ്ട്, അത് റിലീസാക്കി പെട്ടെന്ന് തന്നെ ഓക്സിജനേഷൻ നടക്കുന്നതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് പോലെ തന്നെ ഓക്സിജനെ അട്രാക്ട് ചെയ്യുന്നതിനും ഈ അയണ് കഴിയും. പിന്നീട് എന്നിട്ട് അത് സെല്ലിലോട്ട് ക്യാരി ചെയ്തിട്ട് ഓക്സിജനേഷന് ഓർഗാനിസത്തിന് മ്യൂച്വൽ റിയാക്ഷൻ ഓഫ് അയൺ ആൻഡ് കാലി സൾഫറിന്റെ ആക്ഷനുമായിട്ട് ചേർന്ന് ഇതിന്റെ ബോഡിയെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. ഓക്സിജൻ ട്രാൻസ്ഫോർമൻസിനെ ഞാൻ കാലിസൾഫ് പറഞ്ഞു. കാലിസൾഫ് വളരെ കൺവെയൻസ് ഓഫ് വാട്ടർ ആൻഡ് മെറ്റബോളിസത്തിന് കാലി മൂറും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ ഓക്സിജൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് ഡിസ്റ്റർബൻസ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് അയൺ മോളിക്യൂൾസ് ഇൻ ദി മസ്കുലർ ഫൈബർ കാസസ് റിലാക്സേഷൻ. ഇതിന്റെ ഡിസ്റ്റർബൻസ് മെഗ്നീഷ്യത്തിന് കൺട്രാക്ഷൻ ആണെങ്കിൽ റിലാക്സേഷൻ ആണ് പ്രൊഡ്യൂസേഴ്സ്. നെക്സ്റ്റ്, ഈ റിലാക്സേഷന് മസ്കുലർ കോട്ടിലാണ് റിലാക്സേഷൻ വരുന്നത് എങ്കിൽ വെസൽസ്, ബ്ലഡ് വെസൽസിന് എന്ത് വരുന്നു? ഡയലറ്റേഷൻ ആൻഡ് അക്യുമുലേഷൻ ഓഫ് ബ്ലഡ് in the blood vessels. If the relaxation occurs in the muscular cords of the vessels, causes dilatation and accumulation of blood in the aneurysms നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റേജിലെ അതെറോസ്ക്ലീറോസിസിലെ ചില കേസസിൽ വീക്കായിട്ടുള്ള ആർട്ടറീസിലും മറ്റുമാണ് ഇങ്ങനെ വരുന്നത്. അതെറോസ്ക്ലീറോസിസ് അല്ലെങ്കിൽ ഈ കാൽസ്യം ഡെപ്പോസിഷൻ വരില്ല. ഈ കാൽസ്യം എവിടെ വർത്തിക്കുന്നുവോ അല്ലെങ്കിൽ എവിടെ പ്രവർത്തിക്കാൻ വരുന്നോ അവിടെ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടായിരിക്കും, ഒരു ചോർച്ച. അവിടെ അടയ്ക്കുന്നതിനാണ് ഈ കാൽസ്യം മോളിക്യൂൾസ് വരുന്നത്. അങ്ങനെയാണ് കാൽസിനേഷൻ വന്നിട്ട് ഈ സിലിക്ക പോലുള്ള പദാർത്ഥങ്ങളും കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഓക്സലേറ്റ്, ബൈകാർബണേറ്റ്സ് ഇതൊക്കെ അടിഞ്ഞാണ് ഈ അതെറോസ്ക്ലീറോസിസിന്റെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ വീക്കായിട്ടുള്ള വിസൽസിന് ആദ്യം കാരണം എപ്പോഴും എന്ത് തന്നെ ഈ അയൺ തന്നെയാണ്. അപ്പോൾ അയണിന്റെ റിലാക്സേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഈ സർക്കുലർ കോഡ്സ്, ഇപ്പോൾ കൊണിയം മാക്ക് അത് നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്ന ഒരു എലിമെന്റ് ആണ് സർക്കുലർ മസിൽ സ്പോട്സ്. പ്രത്യേകിച്ച് അരിക്കോസിസ്, പിന്നെ ഈ വെയിൻസിന്റെ സർക്കുലർ ആയിട്ടുള്ള മസിൽസ്. അങ്ങനെ ഈ സർക്കുലർ മസിൽസിന് അല്ലെങ്കിൽ സർക്കുലർ റിലാക്സേഷൻ വരുന്നത്
കൊണ്ടുള്ള ദൂഷം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ മാത്രം കുറച്ച് ഏരിയാസിൽ ഈ വെനിക്കിൾസിലും വെയിൻസിലും കാപ്പിലറീസിലും എല്ലാം തന്നെ ഈ ഡയലക്ടേഷൻ വരികയും അവിടെ ബ്ലഡ് പൂളിങ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ കഞ്ചഷൻ ആൻഡ് ബി പി, അതുകൊണ്ട് ഈ ബി പി റൈസ് ചെയ്യുന്നു. ഇപ്പൊ ബി പി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹാർട്ടിന്റെ ഒരു ചെറിയ പമ്പ് മസിൽസിന്റെ വെസൽസിൽ വരുത്തുന്ന ഒരു ചെലുത്തുന്ന ഒരു സ്വാധീനം, അല്ലെങ്കിൽ ആ പ്രഷറിന്റെ എഫക്റ്റ്, അതാണ് ബി പി എന്ന് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ബി പി എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിലും അതിന് കാരണം എന്താണ്? ഈ ബോഡിയിലുള്ള അനേക തരത്തിലുള്ള ഈ കാപ്പിലറീസ് മുതൽ വെയിൻസ് മുതൽ വലിയ വെയിൻസ് വരെയുള്ള എല്ലാം കോറിലേറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബി പി. അതുകൊണ്ടാണ് ഇപ്പം മസിൽസിൽ നിന്ന് തുടങ്ങുന്നു ബി പിയുടെ കംപ്ലൈന്റ്. അതുപോലെ തന്നെ ബി പി ക്ലിയർ ആകുമ്പോഴും മസിൽസ് തന്നെയാണ് റിലാക്സ് ആയി ക്ലിയർ ആയി വരുന്നത്. അപ്പൊ നമുക്ക് അത് പ്രത്യേകം മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ സാൾട്ട്, സോഡിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാൽസ്യം പോലെ തന്നെ ബി പിയുടെ കേസിൽ ക്യൂറേറ്റീവ് ആയിട്ട് വരുമ്പോഴും അല്ലാതെ തന്നെ നമ്മുടെ ഈ തെറാപ്യൂട്ടിക് ലെവലിലും ഫിസിയോളജിക്കൽ ആക്ഷനിലും എല്ലാം കാൽസ്യം വിത്ത് സോഡിയം ആൻഡ് പൊട്ടാഷ്യം. പൊട്ടാഷ്യത്തിന് ഇതിന് ആക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഹാർട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിന് പൊട്ടാഷ്യം വേണം. പക്ഷേ സാൾട്ട്, സോഡിയം അതിനെ ഒട്ടും തന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അതിന് സോഡിയം വളരെ അൺഓതറൈസ്ഡ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു എലിമെന്റാണ്. കൂടുതലായിട്ട് വരുന്ന ഇത് അയണിന്റെ ഡെഫിഷ്യൻസി, ഫെറംബോസിന്റെ അല്ലെങ്കിൽ ഫെറത്തിന്റെ ഡെഫിഷ്യൻസി വരികയാണെങ്കിൽ വാൾസ് മൈ റപ്ചർ ആൻഡ് ഹെമറേജ് റിസൾട്ട്സ്. ഇഫ് ദീസ് ഒക്കേഴ്സ് ഇൻ ഇൻഡസ്ട്രൈൻ വാൾവിലാണ് ഈ ഡെഫിഷ്യൻസി ഓഫ് അയണിന്റെ മോളിക്കുലാർ ഡിസ്റ്റർബൻസ് വരുന്നതെങ്കിൽ പെരിസ്റ്റാൽസിന് ആക്ഷൻ വരുന്നുണ്ട്. ബവൽസ് ശരിക്കും വീക്കെൻഡ് ആവുന്നു, പിന്നെ ലെസ് ആക്റ്റീവ് ആവുന്നു, കോൺസ്റ്റിപ്പേഷൻ. ഇപ്പൊ റിലാക്സേഷൻ ആണ് കോൺസ്റ്റിപ്പേഷന്റെ കാരണം എന്ന് നമുക്കൊന്നും അറിയാം. ചുരുങ്ങി പോകുന്നതല്ല, മറിച്ച് റിലാക്സ് ആവുന്നതുകൊണ്ട് മൂവ്മെന്റ്സിന്റെ കുറഞ്ഞു പോകുന്നു. അപ്പൊ മൂവ്മെന്റ്സ് കുറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അത് കൂടുതൽ വാട്ടർ അബ്സോർബേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാട്ടർക്ക് മണ്ഡപമാനമായിട്ട് ഓസ്മോസിസ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വാട്ടറിന്റെ ഡെഫിഷ്യൻസി വന്ന് ഡ്രൈനസ് ആവുന്നു. അതുപോലെ മൂവ്മെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ അക്യുമിനേഷൻ നടക്കുന്നു. പിന്നെ മൂവ് ചെയ്യാത്തത് കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ അവിടെ തന്നെ ഫലം നിന്നു പോകുന്നു. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണ് കോൺസ്റ്റിപ്പേഷന്റെ. ഈ കോൺസ്റ്റിപ്പേഷൻ ആണ് പ്രധാനപ്പെട്ട രോഗമെന്ന് പല ഡോക്ടേഴ്സും പറയുന്ന കേട്ടിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിലാണ് ഈ വേസ്റ്റ് അത്രയും നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ സാധനം എന്തായിരുന്നാലും ഈ പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റ്സിന് ലാസ്റ്റ് എൻഡ് എത്തുമ്പോഴേക്കും വളരെ കൂടുതലായിട്ടും സ്റ്റക്കായി പോകുന്ന ഒരു ഏരിയ ആണല്ലോ വെൻകുടൽ. ആ ഭാഗത്ത് മാത്രമാണ് ഈ എലിമെന്റ്സ് എല്ലാം വലിച്ചെടുക്കുന്നത്. നമ്മുടെ ഒരുപാട് എലിമെന്റ്സും ലാസ്റ്റ് പോർഷൻ ഓഫ് ദ ജിജിനം എലിയം കഴിഞ്ഞിട്ട് വരുന്ന പോർഷനാണ് കൂടുതലായിട്ടും ഈ എലിമെന്റ്സ് അബ്സോർബ് ചെയ്ത് തുടങ്ങുന്നത്. അയൺ കുറച്ച് മുകളിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ഇലിയത്തിൽ നിന്ന് വരുന്നുണ്ട്, ജിജനത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ മറ്റ് എലിമെന്റ്സ്, ധാരാളം സാൾട്ട് പോലുള്ള ഉപ്പ് ലവണങ്ങളെല്ലാം മിക്കവാറും കാൽസ്യം എലിമെന്റ്സ്, അതുപോലെ വലിയ എലിമെന്റ്സ്, മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് ലാർജ് ഇൻറ്റെസ്റ്റൈനിന്റെ ആ ഒരു തരത്തിലാണ്. അപ്പോൾ അവിടെ ഒരു റിലാക്സേഷൻ ഉണ്ടാകുന്ന അവസ്ഥ കണ്ടമാനമായിട്ട് ഇതിന്റെ അബ്സോർപ്ഷൻ പക്ഷേ ലാഗിങ് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ്, അങ്ങനെ മോളിക്കുലറായിട്ട് ഒരുപാട് വരികയും മറ്റ് എലിമെന്റ്സിനെ കൂടി സ്വാധീനിക്കുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു ബയോകെമിക്ക് മാത്രമല്ല, ഒരു ബയോകെമിക്ക് മറ്റ് പല ബയോകെമിക്കുകളെയും സ്വാധീനിക്കും. ഇതിന് അട്രാക്റ്റീവ് ഓക്സിജൻ കാരണം ഈ ഡിസീസസിൽ ഇത് വളരെ കൂടുതലായിട്ട്, അതുകൊണ്ട് ഈ ക്ലോറോസിസിലും ലൂക്കീമിയ ഇതുള്ള കേസിൽ ഈ ത്രംബോസിന് വളരെ സാധ്യതയുണ്ട്. റിലാക്സ്ഡ് മസ്കുലാർ ടിഷ്യൂ, അബ്ഡോമിനൽ ബ്ലഡ് കോർപ്പസൽസ്, അബ്നോർമൽ ബ്ലഡ് കോർപ്പസൽസ് ഇതെല്ലാം ഇതിന് വരുന്നതാണ്. ഈ ബ്ലഡ് കോർപ്പസൽസ് ഫോർമേഷനിൽ തന്നെ ഇത് കൂടുതലായിട്ടും വരുന്നത്. നമുക്ക് ഫീവറിന്റെ കേസിൽ നമുക്കറിയാം അയൺ മോളിക്യൂൾസ് ടു ദ റിലാക്സ്ഡ് മസിൽസ് എപ്പോഴും ത്രംബോസ് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് കൊടുക്കാറുണ്ട്. ഈ ഇത് നോർമൽ ബൗൺസ് വിത്ത് ഈക്വലൈസിങ് സർക്കുലേഷൻ ഓഫ് ദ അബാറ്റ്മെന്റ് ഓഫ് ദ ഫീവറിനെ ഇത് അപ്പോർട്ട് ചെയ്ത് കളയുന്നതിന് ഈ അയണിന് വളരെയേറെ കഴിവുണ്ടെന്നുള്ളതാണ്. പിന്നെ ചിൽ എവറി ഡേ 1 PM, ഹൈ ഫീവർ, ക്വിക്ക് പൾസ് ആൻഡ് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ, കോപ്പിയസ് നൈറ്റ് സെറ്റ്സ്, പാം, ഫേസ്, ചെസ്റ്റ് ഇതെല്ലാം ഇതിന്റെ ഒരു സീറ്റ് ഓഫ് ആക്ഷൻ ഉള്ളതാണ്. ഫീൽഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എലിമെന്റ്സ് ഓഫ് ഹൈപ്രീമിയ, congestive nature with the usual accompaniments such as pains, heat, swelling, redness, inflammation at their onset, especially before exudation commences. ഇത് നമ്മൾ എപ്പോഴും നോക്കാറുണ്ട്. എക്സുഡേഷൻ വരുന്നതിന് മുമ്പാണ് ഈ ത്രംബോസിന് കൂടുതലായിട്ടും വരുന്നത്. കുട്ടികൾ പറഞ്ഞാൽ വളരെ ഡെബിലിറ്റേറ്റ് ആയിട്ടുള്ള കുട്ടികൾ, ആപ്പറ്റൈറ്റ് തീരെ ഇല്ല എന്ന് പറയുന്നത്, അതുപോലെ ഡള്ളായിട്ടുള്ളത്, ലിസ്റ്റ്ലെസ്, പിന്നെ ലോസ് ഓഫ് വെയിറ്റ്, പെട്ടെന്ന് സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ത്രംബോസ് വളരെ നല്ല ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാറുണ്ട്. ബോഡിലി ഡെവലപ്മെന്റ്, റെഗുലേറ്റ്സ് ദ ബവൽസ്, ഇതെല്ലാം ഈ അയണിന്റെ ഇതിന്റെ പ്രത്യേകതയാണ്.
Iron is the biochemical remedy for the first stage of all inflammations. Pain that are worse from motion and better from cold. Hemorrhages caused by hyperemia. Fresh wounds caused by mechanical injuries. ഇതെല്ലാം അയണിന്റെ പ്രത്യേകതയാണ്. ഇനി ഹെഡേക്ക്, സ്കാൽപ്പ് പെയിന്, ടച്ച് ആൻഡ് റെഡ് ഫേസ്, സോർനെസ് ടു ടച്ച്, ഐസ് ഇൻഫ്ലൈംഡ്, റെറ്റിനൽ കഞ്ചഷൻ, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഓട്ടൈറ്റിസ്, എപ്പിസ്റ്റാക്സിസ്, ഇതിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് ഉണ്ട്. അൾസറേറ്റഡ് ത്രോട്ട്, സോർ ത്രോട്ട്, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിഫ്തീരിയ, സ്റ്റൂൾ അൺഡൈജസ്റ്റഡ് ഡയറിയ, ഹെമറോയിഡ്സ്, ഇൻകോണ്ടിനൻസ്, അതുപോലെ വീക്ക്നെസ് ഓഫ് സ്പിഞ്ചർ വഴിയുള്ള ഇൻകോണ്ടിനൻസ്, അത് ഈ റിലാക്സേഷൻ്റെ സ്പേസിലാണ് വരുന്നത്. ഇനി ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നത് പ്രൂവ്ഡ് ബൈ ജെ.സി. മോർഗാൻ MD 1876, അലൻസ് എൻസൈക്ലോപീഡിയ വോളിയം 10 ഇതിന്റെ റെക്കോർഡ്സ് കാണാം. Then many thrombos are not advisable. Maybe yes, thrombos 12x താഴെയുള്ള പൊട്ടൻസീസ് രാത്രി കാലങ്ങളിൽ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ സ്ലീപ്പിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ക്ലോറോസിസ് പ്രൊഡ്യൂസ് കൽക്കേറിയ ഫോസ്, ഹെമറോയിഡ്സ് കൽക്കേറിയ സൾഫ്, ഡയബറ്റീസിലെ നാട്രം സൾഫ്, ബ്രോങ്കോന്യൂമോണിയ ടാർട്ടാർ എനറ്റിക്കം, ഇയർ അഫക്ഷൻസിലും കട്ടാറുള്ള അഫക്ഷൻസിലും കലണ്ടുല ആൻഡ് ഹൈഡ്രോസ്റ്റിസ്, ഹെഡേക്കിലെ നാറ്റം ഫോസ് എല്ലാം ഫോളോ ചെയ്യുന്ന റെമഡീസാണ്. ത്രോംബോസിനെ ഫോളോ ചെയ്യുന്നു. സിനോനിംസ് അടുത്ത കൽക്കേറിയ സൾഫാണ് ഒരെണ്ണം. 5 മിനിറ്റേ ഉള്ളൂ, ഞാൻ വേഗം പറയാം. കാൽക്കേറിയ കാൽസി സൾഫേറ്റ്, കാൽബി സൾഫേറ്റ്, കോമൺ നെയിം ജിപ്സം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. കാൽസ്യം CaSO4 ആണ്. മോളിക്കുലർ വെയിറ്റ് 172. ഇതൊരു ക്രിസ്റ്റലൈൻ സൊല്യൂബിൾ 400 പാർട്ട് വാട്ടറിൽ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം സാധനം എടുത്താൽ അത് 400, ഒരു പാർട്ട് എടുത്താൽ അത് 400 പാർട്ട്, 400 പാർട്സ് ഓഫ് കോൾഡ് വാട്ടറിലെ. അപ്പം നമ്മൾ 1 ഗ്രാം ആണ് ഉദ്ദേശിക്കുന്നത്. 1 ഗ്രാം ക്രിസ്റ്റലൈൻ ഈ കാൽസ്യം സൾഫേറ്റ് എടുത്താൽ അതിൻ്റെ 400 മടങ്ങ് വാട്ടറിൽ അത് കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്യും. അത്രയും വെള്ളം വേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത്രയും വെള്ളത്തെ അത് പിടിച്ചെടുക്കുന്നതുമാണ്. ക്ലാരൻസ് കോണാൻസ് എന്ന് പറയുന്ന ഒരു ആളാണ്, ഡോക്ടറാണ് ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതായത് കാൽക്കേറിയ സൾഫ്. അലൻസ് എൻസൈക്ലോപീഡിയ വോളിയം 2 പേജ് 410, ഇൻ ദ ഗൈഡിങ് സിംറ്റംസ് വോളിയം 3 പേജ് 227. ഇതിൽ രണ്ടിലും കാണാം ഇതിന്റെ പ്രൂവിങ്സ് റിപ്പോർട്ട്സ്. ഫിസിയോളജിക്കൽ കെമിക്കല് പറയുന്നത് ബൈലിലും ലിവറിലും മാത്രമാണ് ഈ കൽക്കേറിയ സൾഫ് കാണുന്നത്. ഇറ്റ് ഈസ് ഫുൾഫിൽഡ് ദ ഫങ്ഷൻ ഓഫ് ഡിസ്ട്രോയിങ് വേൺ ഔട്ട് റെഡ് ബ്ലഡ് സെൽസ് ബൈ ടേക്കിംഗ് അവേ ദെയർ വാട്ടർ. ഈ റെഡ് ബ്ലഡ് സെൽസ് അതിന്റെ വാട്ടറിനെ ഊറ്റി എടുത്തിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള ഈ റെഡ് ബ്ലഡ് സെൽസിനെ നീക്കം ചെയ്യുന്ന ഈ സൈലീഷ്യ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് ഇത് സ്പ്ലീനിലും ആക്ഷനാണ്, സ്പ്ലിന്റെ ആക്ഷനാണ് യഥാർത്ഥത്തിൽ. പിന്നെ അതുപോലെ ഡെഫിഷ്യൻസി ഓഫ് ദിസ് കൽക്കേറിയ സൾഫ്, സൈലീഷ്യ അല്ല കൽക്കേറിയ സൾഫ്, കൽക്കേറിയ സൾഫ് അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഡെഫിഷ്യൻസി ഈ വേൺ ഔട്ട് സെൽസ് ധാരാളമായിട്ട് ബ്ലഡ് സെൽസിൽ കാണും. ഇപ്പം നമ്മൾ ഇപ്പോൾ അണുബാധ കൂടുതലാണ്, അണുക്കൾ കൂടുതലാണ് ബ്ലഡിൽ, കൂടുതലായിട്ടും ഡീഗ്രേഡഡ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ് നോക്കുമ്പോൾ എന്ത് വരും, സാധാരണയായിട്ട് ഇൻഫ്ലമേഷൻ കൂടുതലായിട്ട് സെറ്റിലാവും. അതുപോലെ തന്നെ ധാരാളമായിട്ട് ഫീവറും അതിനൊക്കെ വരും. പക്ഷേ അത് അന്നേരം ബ്ലഡ് നോക്കി കഴിഞ്ഞാൽ ഈ വേൺ ഔട്ട് ആയിട്ടുള്ള സെൽസ്, ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള RBCs ധാരാളമായിട്ട് കാണും. അപ്പോൾ അന്നേരം നമുക്ക് ഈ ഇതിന്റെ ഈ ബ്ലഡ് ഡിസോറിയന്റേഷൻ്റെ ആയിട്ടുള്ള ഡിസീസസിനെ ഇതിലോട്ട് പോകാതെ നമ്മൾ സിംപ്ലി ഡയറക്റ്റ് ആയിട്ട് കൽക്കേറിയ സെൽഫിലേക്ക് പോകാം. അതായത് ഈ വേൺ ഔട്ട് സെൽസ് സെൽസിന്റെ ഡെഫിഷ്യൻസിയാണ് അവിടെ വരുന്നത്. ലിംഫാറ്റിക്സ് വഴിയാണ് ഈ സെൽസിനെ നീക്കം ചെയ്യുന്നത്. വീച്ച് മ്യൂക്കസ് മെമ്പറൈനിൽ ആൻഡ് സ്കിൻ പ്രൊഡ്യൂസിങ് ദയർ കറ്റാറ ആൻഡ് എറപ്ഷൻസ്. സ്കിൻ മ്യൂക്കസ് മെമ്പറൈൻ മേലാണ് ഇത് ധാരാളമായിട്ട് ഡെപ്പോസിറ്റ് ആവുന്നെങ്കിൽ നമുക്ക് മൂക്ക് ഉള്ള കറ്റാറ, എറപ്ഷൻസ്, സ്കിന്നിൽ മ്യൂക്കസ് മെമ്പറൈനിൽ വരുന്ന എറപ്ഷൻസ്, ഇതിനെല്ലാം കാരണമാകുന്നത്. കൽക്കേറിയ സൾഫ് സപ്പറേഷനിലാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ് gives purulent discharges and purulent exhalations in serous sacs. ഏതൊക്കെയാണ് ഇപ്പൊ സീറസ് സാക്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരുന്നു. നമുക്ക് സീറസ് സാക്സ് ഒരുപാടുണ്ട്. പെരിക്കാർഡിയം, പ്ലൂറൽ ആൻഡ് ട്യൂണിക്ക വജൈനാലിസ്, പെരിറ്റോണിയൽ, ടെൻഡൻസ്, സാക്സ് എല്ലാം സീറസ് സാക്സ് ഉള്ള ഏരിയസ് ആണ്. ടെൻഡൻസിലുണ്ട്, ഈ ട്യൂണിക്ക വജൈനാലിസ് എന്ന് വൃഷണത്തിലുള്ളത്. അതുപോലെ തന്നെ
ഇത് പ്ലൂറ ലങ്സിന്റെ കവറിങ്, പെരിക്കാർഡിയത്തിൽ, അതുപോലെ പെരിറ്റോണിയത്തിലും ശരിക്കും പറഞ്ഞ സീറോ സാക്സാണ്. ഇതിനെല്ലാം നല്ല ആക്ഷൻ ഉള്ളതാണ് ഈ കൽക്കരി സൾഫർ. ഒരു വൈൽഡ് ആയിട്ടുള്ള നല്ല എലിമെന്റ് ആണ് ഈ കൽക്കരി സൾഫർ. ഈ പസ്സായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന എവിടെയെല്ലാം ഉണ്ടോ അവിടെ ഈ കൽക്കരി സൾഫറിന്റെ സാന്നിധ്യം കാണാം. അതായത് all long and the separations affecting the epithelial tissue. If there is a deficiency of it, any small part of its domain, separation is the result. Pus with the same general indication. Then diseases of connective tissue access to shorten the separation process and limit the discharging of the pus. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സൈലീഷ്യ കൊടുത്ത ഒരു കേസ് ഏതാണ്ട് ക്ലിയർ ആയി അത് കംപ്ലീറ്റ് ആക്കുന്നതിന് കൽക്കരി സൾഫ് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. സീറസ് സ്വെല്ലിങ്സ്, complaints from straining muscles and tendons, laying back, broken down constitutions from drunkenness, cystic tumors, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ് ഈ കൽക്കരി സൾഫർ. മറ്റ് ഒരു ഇതിനേക്കാളും മറ്റെല്ലാ സാൾട്ടിനേക്കാളും കൽക്കരി സൾഫർ നോക്കില്ല നമ്മൾ കൽക്കരി സൾഫർ, കാൽഷ്യം, സൾഫർ ഈ കണക്കിന് പോകും. അങ്ങനെ പോകരുത്. മറിച്ച് ഇതിന്റെ തെറാപ്പറ്റിക് സിംറ്റംസ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുമ്പോഴാണ് ഇതൊരു നല്ല പസ് ഇൻഫ്ലമേഷന് ഉള്ള നല്ലൊരു റെമഡിയാണ്. അതാണ് തേർഡ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻസ് വിത്ത് ലംബി. ഈ ലംബി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ലൂക്കോറിയ കേസസ് ഒക്കെ എടുത്ത് നോക്കിയാൽ വളരെ മറ്റേ ഇതുപോലെ വെണ്ണ പോലെ കട്ടിക്ക് ഉള്ള ഒരു ഡിസ്ചാർജാണ്. അതാണ് ലംബി എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ബ്ലഡിയുമായിരിക്കും. അപ്പൊ നമുക്ക് നേരിട്ട് ക്യാൻസറസ് കേസസിലേക്ക് ചിലപ്പോൾ അപ്ലൈ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാം തന്നെ ഒരു നമുക്കറിയാം, ഇപ്പോൾ ഡിസ്ചാർജിൽ കുറച്ചുകൂടി ബ്ലഡ് ലൂക്കോറിയയിൽ ബ്ലഡ് ചോപ്പുണ്ടോ എങ്കിൽ ഉടനെ സ്മിയർ ചെയ്തേ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് ഉടനെ വിടും. ലൂക്കോറിയ ബ്ലഡ് ഇല്ലേ, ഓക്കെ, ക്ലീൻ എത്ര മഞ്ഞായിരുന്നാലും ശരി, ബസ്സായിരുന്നാലും ശരി, തിക്കായാലും ലംബി ആയാലും ശരി. ഇനി ക്ലംബി എന്നുള്ള വേറൊരു വേർഡുണ്ട്. ക്ലംബി എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്, വളരെ തിന്നായിട്ടുള്ള ലിക്കോറി. അത് ഒരു അത്ര ഡേഞ്ചറസ് അല്ലാത്ത ഒരു ഡിസ്ചാർജ് സാധാരണ സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. അത് തിന്നായിരിക്കും, അത് ഡിസ്ചാർജ് ഡെഫിക്കറ്റ് ആണ്. പക്ഷെ തിക്കാണ്, ലൈക്ക് ദിസ് ലംബിയാണ് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ബ്ലഡ് ഇവിടെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു സ്മിയർ ചെയ്യേണ്ടി വരും. ഇഫ് ഗിവൺ ആഫ്റ്റർ സൈലീഷ്യ ഇറ്റ് വിൽ കാസ് സാപ്സ്, സീറസ് സ്വെല്ലിങ്സ്, ഇത് ഞാൻ പറഞ്ഞതാണ്. ഒരു ഇത് കൂടെ ഉള്ളൂ. എക്സ്റ്റേണൽ ആയിട്ട് ഇതിന് നല്ലൊരു ആക്ഷൻ ഉണ്ട്. ഇവ പൊടിച്ച് മുറികളിലൊക്കെ ഉപയോഗിക്കുന്നതിന്, അൾസേഴ്സിലെ, ഫെലൻസിലെ, ആക്സസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഫെറംബോസ് ആണ് ഞാൻ സാധാരണ അങ്ങനെ ചെയ്ത് കൂടുതൽ ആക്ഷൻ കാണിക്കുന്നത്. പെട്ടെന്ന് ഡ്രൈ ആയി വെള്ളത്തെ വലിച്ചെടുത്തിട്ട് ഉണക്കും. കൽക്കരി സൾഫിനും അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട്. ഡ്രൈ ആയിട്ട് പൊടിച്ചിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ തൂറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഇൻഫ്ലമേഷൻസ് തിരിച്ചു പോകുന്നതായിട്ട് കാണാം. ഇനി തേർഡ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ ആഫ്റ്റർ കാലിമൂർ, ഇൻ ഡിസ്ചാർജസ് ഇൻ ലംബി ആൻഡ് ബ്ലഡി, യെല്ലോ ഓർ മ്യൂക്കസ് ആണെങ്കിൽ കാലി സൾഫാണ്. ഇഫ് പസ് ലൈക്ക് ബ്ലഡി പസ് ആണെങ്കിൽ സൈലീഷ്യ. പസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ലൂക്കോറിയലല്ല, മറിച്ച് പസ് വിത്ത് ബ്ലഡ് സൈലീഷ്യ തന്നെയാണ്. സൈലീഷ്യ നല്ലൊരു റെമഡിയാണ്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞു, ചിരങ്ങ് ഒരു ബോഡി ഇങ്ങനെ വരുന്ന ലോവർ പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. കുറച്ച് നാൾ ഒരു 3 കോഴ്സെങ്കിലും കൊടുക്കണം, ധാരാളമായിട്ട് കൊടുക്കാം. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 2 പെല്ലറ്റ്സ് ഇട്ട് കഴിച്ചോ. ഒരു 10-12 വയസ്സായ കുട്ടിക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ധാരാളമായിട്ട് അത് കൂടുതൽ പൊട്ടൻസി എഫക്റ്റായിട്ട് വേണം, 6x പൊട്ടൻസി. അതേസമയം ഹൈ പൊട്ടൻസി കൊടുത്താലോ നേരെ വിപരീതമായിരിക്കും, എല്ലാം ബസ്സായി പോകും. അപ്പോൾ ഹൈ പൊട്ടൻസി ഇൻഫ്ലെയിം ചെയ്യുന്നു, ലോ പൊട്ടൻസി നേരെ വിപരീതം ചെയ്യുന്നു. അത് സൈലീഷ്യ. ഹെപ്പാർ സൾഫ് അതിന്റെ നേരെ വിപരീതം. ഹെപ്പാർ സൾഫ് ലോ പൊട്ടൻസി സെപ്പറേറ്റ് ചെയ്യുന്നു, ഹൈ പൊട്ടൻസി ക്യൂർ ചെയ്യുന്നു. വെൻ വെൽ സെലക്ടഡ് റെമഡീസ് ആക്ട് ഓൺലി എ ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ കൽക്കരി സൾഫ് സൾഫറിനെ പോലെ തന്നെ, ട്യൂബർക്കുലത്തിന്റെ പോലെ തന്നെ, സോർണത്തിനെ പോലെ തന്നെ, ഇതിന്റെ എല്ലാം കൂടെ കൽക്കരി സൾഫ് നല്ലൊരു കോമ്പിനേഷനാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, പെയിൻലെസ് ആക്സസ് ആണെന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. കൽക്കരി സൾഫിന് പെയിൻ വളരെ അധികം കാര്യമായിട്ട് പറയുന്നില്ല. അതും എബൌട്ട് ദ ആനസ് ഇൻ കേസ് ഓഫ് ഫിസ്റ്റുല. ഫിസ്റ്റുലയ്ക്ക് നമുക്കറിയാം പെയിൻലെസ് ആണെങ്കിൽ അത് കൽക്കരി സൾഫ് തന്നെ, സൈലീഷ്യ അല്ല. ബേണിംഗ് ഇച്ചിങ് ഓഫ് സോൾസ് ഓഫ് ഫീറ്റ് റിസംബിൾസ് ഹെപ്പാർ സൾഫ്, ബട്ട് കൽക്കേറിയ സൾഫ് ആക്ട്സ് ഡീപ്പർ ആൻഡ് മോർ ഇന്റൻസിറ്റി ആൻഡ് ഈസ് ഓഫൺ യൂസ്ഫുൾ ആഫ്റ്റർ ഹെപ്പാർ. ഹെപ്പാറിന് ശേഷമാണ് ഈ ഇതിലൂടെ കൽക്കരി സൾഫ് വരുന്നത്. അങ്ങനെ മോർ ഡീപ്പറായിട്ട് ആക്ട് ചെയ്യും. ഇനി ഈ അപ്പോസൈനം, എയിലാന്തസ്, അസഫെറ്റിഡ. അസഫെറ്റിഡയില് 6.2% അസഫെറ്റിഡ എന്ന് പറയുന്ന മരത്തിന്റെ കൽക്കരി സൾഫ് ഉണ്ട്. അപ്പോസൈനത്തിലുണ്ട്, ഐലാന്തസിലും കൽക്കരി സൾഫ് കാണപ്പെടുന്നു. ഇനി ഇതിന്റെ മൊഡാലിറ്റീസ് എന്ന് പറയുന്ന കൽക്കരി സൾഫ് അഗ്രവേഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് സിംറ്റംസ് ആഫ്റ്റർ വർക്കിംഗ് ആൻഡ് വാഷിംഗ് ഇൻ വാട്ടർ, ആഫ്റ്റർ വാക്കിംഗ് ഫാസ്റ്റ്, ഓവർ ഹീറ്റഡ്, വാംത്. ഇതെല്ലാം കൽക്കരി സൾഫിന്റെ മൊഡാലിറ്റീസ് ആണ്. ഞാനിപ്പോൾ വളരെ സ്പീഡിൽ പറഞ്ഞു പോയെങ്കിലും സമയം കറക്റ്റായിട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും. ഇന്നും എനിക്ക് എൻ്റെ മുഖം കാണിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഞാൻ പറയേണ്ടത് ഒരു കറക്റ്റായിട്ട് പറഞ്ഞു നിർത്തി.
നമ്മുടെ ടൈമിംഗ് കറക്റ്റ് ആയിരുന്നില്ലേ ഡോക്ടറെ? എന്തായിരുന്നു, എന്ത് അതെ, പറയുന്നു? നമുക്ക് ഇച്ചിരി സമയം നഷ്ടപ്പെട്ടു പോയി. അതിന്റെ ഒരു കാര്യം കൊണ്ട് ഡോക്ടർക്ക് ഇച്ചിരി സ്പീഡിൽ പോകേണ്ടി വന്നു. സ്പീഡിൽ ആ, പോകേണ്ടി വന്നു. ഞാൻ ഈ കൽക്കരി സൾഫ് വളരെ കൂടുതലായിട്ട് പറഞ്ഞു. നമ്മുടെ ഈ ഡയത്തീസിസ് എന്ന് പറയുന്ന കേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയുന്നുണ്ട്. ഇത് ഹെറിഡിറ്ററി ടെൻഡൻസിയാണ്. ഇപ്പം ഹെറിഡിറ്ററി ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രെഡിസ്പോസിഷൻ ടു എ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആൻഡ് അലർജി ഓർ അതർ ഡിസോർഡേഴ്സ്. അതായത് ഡയറ്റീസിസ് തന്നെ ട്യൂബർകുലർ ഡയറ്റീസിസ്, ലിംഫാറ്റിക് ഡയറ്റീസിസ്, യൂറിക് ആസിഡ് ഡയറ്റീസിസ് അല്ലെങ്കിൽ ഗൗട്ടി ഡയറ്റീസിസ്, ഹെമറാജിക് ഡയറ്റീസിസ്, ഡിസ്ക്രാറ്റിക് എന്ന് പറയുന്ന സിഫിലിറ്റിക്കും മറ്റേ ഈ മാലിഗ്നൻസി ഒക്കെ വരുന്ന ഡയറ്റീസിസിലാണ് ഈ ഡിസ്ക്രിയാറ്റിക് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ക്ലംസി? ഞാൻ നേരത്തെ പറഞ്ഞു. വൈറ്റ് ആയിട്ടുള്ള എഗ്ഗി പോലുള്ള ഡിസ്ചാർജ്, അതൊരു നാച്ചുറൽ ഡിസ്ചാർജ് ആണ്. നോർമലായിട്ട് സാധാരണ ഇത്തിരി അളവിൽ കൂടുതൽ പോകുന്നെങ്കിൽ അത് വലിയ കാര്യമായിട്ട് മനസ്സിലാവും. അതിൽ തിക്കായിട്ടും വൈറ്റായിട്ടും, പിന്നെ വൈറ്റ് നല്ല വെളുത്ത നിറത്തിൽ തന്നെ ധാരാളമായിട്ട് വന്നു, ഹീറ്റ്, ബേണിങ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ലൂക്കോറിയൽ ഡിസ്ചാർജ് നമുക്ക് ഈ കൽക്കേറിയ സൾഫ്, സൈലീഷ്യ ഇതുള്ള റെമഡീസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നന്ദി സാറേ. എന്താണ് കൂടുതലായിട്ടും എനിക്കൊന്നും പറയാം. ഈ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് ഓക്കെ. എല്ലാം 4ാമത്തെ ഭാഗം കൊണ്ട് തീരുവാണ് അല്ലേ സാറേ? എൻ്റെ ഷൂസ്ലറുടെ ക്ലാസ് നോട്ട്സ് ഇപ്പം ഇവിടെ വെച്ച് തന്നെ കംപ്ലീറ്റ് ആവുകയാണ്. ഞാൻ എല്ലാ സാൾസും പറഞ്ഞു. അപ്പോൾ ഇത്രയും ദിവസം ഈ ഷൂസ്ലറുടെ ക്ലാസ് കേട്ടിട്ടുള്ള ഒരുപാട് പേര് കാണും. ആരെങ്കിലും ഇതിനകത്ത് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ ഒരു ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റും ഇത് എടുക്കണം. വളരെ നല്ലതാണ്. നമ്മൾ കൂടെ ഈ സാൾസിനെ ഇങ്ങനെ അയവർക്കിക്കൊണ്ടിരിക്കണം. കൂടുതൽ ക്ലാസ്സസ് വന്നുകൊണ്ടിരിക്കണം. കാര്യം ഈ ക്ലാസ്സസ്, ഈ ഷൂസ്ലേഴ്സ് സാൾസ് നമ്മുടെ ഈ ബയോകെമിക്സ് എന്നുള്ളതല്ല, മറിച്ച് ഹോമിയോപ്പതിയുടെ ആക്ഷൻ ലെവലിനെ നമുക്ക് കുറച്ചുകൂടി എന്തൊക്കെയോ മനസ്സിലാക്കി തരുന്നതാണ്. നമ്മൾ പ്രാക്ടീസിൽ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് പ്ലാന്റ്സിലായിരുന്നാലും ശരി, ആനിമൽസിലായിരുന്നാലും ശരി, നമ്മുടെ ഹ്യൂമൻ ബീങ്സിലായിരുന്നാലും ശരി, ഇത് മാത്രമായിട്ടും ചില ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് അറിയാം. അപ്പൊ കൊടുത്താൽ നമുക്ക് വരുന്ന സിംറ്റംസിനെ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു കോഴ്സ് കാണാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റൊരു ലെവലിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഈ സൈലീഷ്യ പസ്സിലുണ്ട്. ഞാൻ ഈ സൈലീഷ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരത്തിന് മുമ്പ് പറഞ്ഞു, അതൊരു ഡോക്ടർ കണ്ടെത്തിയതാണ്. ഒരു ഡോക്ടറുടെ ഒരു കേസിൽ അങ്ങനെ അദ്ദേഹം പറയുന്നു അത് സൈലീഷ്യ പസ്സിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ടെന്ന്. ഞാൻ അത് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഒരു പ്രധാന ഒരു തീമാണ്, ഞാൻ കൊണ്ടു കിടക്കുന്ന ഒരു പ്രധാന കാര്യമാണ് എന്നെങ്കിൽ ഞാൻ നിങ്ങളോടും പറയാം. എന്ന് വെച്ചാൽ ഇപ്പം വലിയ ഡോക്ടേഴ്സ് നമ്മുടെ മാലിഗ്നൻസി ട്രീറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതായത് ഈ സാൾട്ട് കളുടെ ആ ഒരു കോൺസെൻട്രേഷൻ, ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രസൻസ്, ഈവൻ പ്രസൻസ് ഒന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിച്ചാൽ കേസസ് നമുക്ക് കിട്ടുന്ന പാസ്. ഇപ്പം എനിക്കിപ്പം അധികം കേസസ് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗവൺമെന്റ് എനിക്കത് എടുക്കാനൊന്നും ശരിക്കും പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് അവിടെ, അതായത് ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കുറച്ച് വർക്ക് ചെയ്തിരുന്നപ്പോൾ എനിക്ക് കുറച്ച് പേഷ്യൻസിനെ കിട്ടിയിരുന്നു. അവിടുന്ന് ഞാൻ അവിടുന്ന് ഡ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അതിൽ ഞാൻ ഹോമിയോ കൊണ്ട് തന്നെ ഡ്രസ് ചെയ്താലേ എനിക്ക് വിശ്വാസം വരുള്ളൂ. കാരണം ഞാൻ ഈ കലണ്ടറിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഈ പസ്സെല്ലാം കാണും. പക്ഷെ എനിക്ക് അന്ന് ഈ കാര്യം എനിക്ക് അത്ര ഒരു ഇതായിട്ട് വന്നിട്ടില്ലായിരുന്നു, ക്ലിക്കായില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അന്ന് ആ പസ് തന്നെ കളക്ട് ചെയ്ത് എൻ്റെ ഈ മൈക്രോസ്കോപ്പിക് സ്റ്റഡിയിൽ ഇപ്പം ഞാൻ ഈ ചെവിയുടെ ഇതുണ്ടല്ലോ, കോക്ലിയർ, 2-3 കേസസിൽ ഈ ചെവിയിലുള്ള ഡിസ്ചാർജ്, നമ്മുടെ കണ്ണിലുള്ള ഡിസ്ചാർജ്, മൂക്കിലുള്ളത് നമുക്കറിയാം സാൾട്ട് ഉണ്ടായിരിക്കും, കണ്ണിലുള്ളതിൽ നല്ല സാൾട്ട് ഉണ്ട്. പക്ഷെ ചെവിയിലുള്ളതിൽ സൈലീഷ്യ പോലുള്ള ചില പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ പസിന്റെ പ്രസൻസ്. അപ്പൊ ഒരുപാട് പേർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചിലരെ ഈ കണക്കിന് നോക്കി പോകുന്നുണ്ടാവും എന്നെനിക്കറിയാം. ഇതിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. ഞാൻ നോക്കിയിട്ട് ഇപ്പൊ നോക്കിയിട്ട് അതിനകത്ത് ഒരു ക്ലാസ് ആയിട്ട് തന്നെ സാർ ഇത് മൊത്തത്തില് ഒന്ന് അത് ഞാൻ പറയുകയും ചെയ്യും. ഒരുപാട് ഞാൻ വളരെയേറെ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാണ്. അത് എനിക്ക് 1-2 കാര്യങ്ങളെ അറിയാമെങ്കിലും അത് എനിക്ക് വേറെ പല ഭാഗത്തു നിന്നും ഇതിന്റെ ഒരു കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ പല ഭാഗങ്ങളിൽ നിന്ന് അരിച്ചു പറക്കി കുറച്ച് കാര്യങ്ങൾ പ്ലാന്റ്സിലും അനിമൽസിലും ആയിട്ടൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അത് ഒരു നല്ല ഇതായിട്ട് എന്തെങ്കിലും കിട്ടിയതിന് ശേഷം പറയാമെന്ന് വിചാരിക്കും. ഞാനത് ആ നിലയ്ക്കാണ് കാണുന്നത്. അതായത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഹോമിയോ നമ്മുടെ ഒരു അവതരണം, അതിൽ ഇത് വളരെ പ്രധാനപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഇനി നമുക്ക് 5 മിനിറ്റ് കൂടെ, നമ്മൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ടാണ് 5 മിനിറ്റ് കൂടെ എടുത്തു. സലീംകുമാർ ഡോക്ടറെ ക്ലാസ്സിന് അഭിപ്രായവും നന്ദിയും ഒന്ന് പറയണേ. സലീംകുമാർ ഡോക്ടർ ഇല്ലെന്ന് തോന്നുന്നില്ല.
ഏതായാലും ഈ 4 ഭാഗങ്ങളായിട്ട് ഈ നമ്മുടെ 12 ടിഷ്യൂ റെമഡീസും വളരെ നല്ല രീതിയിൽ നല്ലൊരു ഇൻഫോർമേറ്റീവ് സെക്ഷനാണ് ഡോക്ടർ നമുക്ക് തന്നത്. ഇനിയും ഇതിന്റെ ബാക്കി മൊത്തത്തിൽ ഒന്നും കൂടെ ഒന്ന് ഒരു ക്ലാസ് ആയിട്ട് എടുത്ത് മറ്റുള്ളവരുടെ അനുഭവങ്ങളും കൂടെ കേൾക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, എനിക്ക് ഇംഗ്ലീഷിൽ ഇതിന്റെ ക്ലാസ് ഓരോന്നായിട്ട് ഇനി വരുന്നുണ്ട്. അപ്പൊ ഇനി ഇപ്പൊ സെക്കൻഡ് പാർട്ടാണ്. ഇംഗ്ലീഷിൽ ഫസ്റ്റ് പാർട്ട് വരണം ഞാൻ കഴിഞ്ഞ എടുത്തിരുന്നു. അതുപോലെ ഇംഗ്ലീഷിൽ തന്നെ ഇതിന്റെ സെക്കൻഡും തേർഡും ഫോർത്തും ക്ലാസ് വരും. അപ്പോൾ ഈ കാൽസ്യം, ഈ സിലിക്കയെല്ലാം ഞാൻ കുറച്ചുകൂടി ചെയ്യാം. ഞാൻ അന്നേരം ഇതിന്റെ കുറച്ചുകൂടെ എന്തെങ്കിലും ചേർക്കാൻ സാധിക്കുമെങ്കിൽ കൺസർവേറ്റീവായിട്ട് കിട്ടുകയാണെങ്കിൽ ചേർക്കാം. അതിൽ കയറിയാൽ ഈ ക്ലാസ്സിന്റെ ബാക്കി നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്തതിന് ഡോക്ടർക്ക് നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഡോക്ടറുടെ ക്ലാസ്സുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ 1936 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.